ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് പാചകമൊന്നുമില്ല. ഇന്ന് ടിപ്പും ചെയ്യാനായിട്ട് മടിയാണ്. രാവിലെ തന്നെ എൻ്റെ ഫാദർ വന്നു. ആരൻ ഇന്ന് സ്കൂളിൽ പോയില്ല. 2 മണി വരെ ഇരുന്ന് ഭയങ്കര പഠിത്തമായിരുന്നു പുള്ളി. അത് കഴിഞ്ഞ് കിടന്നപ്പം കിടന്ന ഉടനെ പട്ടികൊര. അപ്പം ഞാൻ ക്യാമറയും ഓൺ ചെയ്ത് പിന്നെ അതേലോട്ടും നോക്കി ഇങ്ങനെ ഇരിക്കുമായിരുന്നേ. 5:45 ഞാനൊന്ന് കണ്ണീ മയക്കം കയറിയിട്ട് കിടക്കുന്നത്. പിന്നെ 6:30 അലാം അടിച്ചപ്പോൾ എഴുന്നേക്കാൻ മടിയെന്ന് പറഞ്ഞാൽ ഞാൻ എഴുന്നേറ്റിട്ടൊരു ഉറക്കം ശരിയായില്ല. 5:45 പറഞ്ഞാൽ 6:30 എന്ന് പറയുമ്പം 3/4 മണിക്കൂറല്ലേ. അത് കാരണം 3/4 മണിക്കൂർ ഉറങ്ങിയാൽ എന്നാ ആകാനാ. അപ്പോൾ അങ്ങ് വല്ലാതെ തല കറങ്ങുന്നു. പിന്നെ ആരൻ പറഞ്ഞു, എന്നാൽ ഞാനിന്ന് പോകുന്നില്ല, അമ്മ കിടന്നു, ഞാനും ഇച്ചിരി നേരം ഉറങ്ങട്ടെ, 2 മണിക്കല്ലേ കിടന്നേന്ന്. അങ്ങനെ എന്തായാലും ഞങ്ങൾ വീണ്ടും പുതച്ചു മൂടി അങ്ങ് കിടന്നപ്പം അമ്മ വിളിക്കുന്നു. അപ്പനങ്ങ് എത്തിയോ? ഞാൻ പറഞ്ഞു, എവിടെ? അങ്ങോട്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ്. അന്നേരം 9:15 ചാടി എഴുന്നേറ്റ്. അപ്പോൾ എന്നാ കിടന്നെന്നൊന്ന് ഓർത്ത് വയ്ക്കും. ഉറക്കം ശരിയായില്ല. ഞാൻ ചാടി എഴുന്നേറ്റ് പോയി ബൈബിള് വായിക്കാൻ പോലും മറന്നുപോയി. ഓടുമായിരുന്നു പല്ല് തേച്ച് മുടിയൊക്കെ ചീകി വെക്കാം. അപ്പം ഭയങ്കര വഴക്ക് പറയും. കുഞ്ഞിലേ മുതൽ ശീലിപ്പിക്കുന്ന, എഴുന്നേറ്റാൽ ഉടനെ മുടി ചീകി കെട്ടി വെക്കണം, പല്ലും തേക്കണം. എന്നിട്ട് പിന്നെ ഞാൻ എളുപ്പം പോയി കട്ടൻ ചായയൊക്കെ ഇട്ട് ഓംലെറ്റ് ഉണ്ടാക്കി ബ്രെഡും ആയിട്ട് കഴിക്കാനിരിക്കുമ്പം വരുന്നു. ഇടയ്ക്ക് തണ്ണിമത്തനും ഞങ്ങൾക്ക് ഓറഞ്ചും ഒക്കെ വാങ്ങിക്കാൻ കടയിൽ കയറിയോണ്ട് ഇച്ചിരി താമസിച്ചാണ് വന്നത്. അല്ല 5 മിനിറ്റ് കൊണ്ട് ഇവിടെ എത്തുന്നു. അമ്മ വിളിക്കുന്നതിനൊരു 10-15 മിനിറ്റ് മുമ്പ് അവിടെ നിന്ന് ഇറങ്ങിയതായിരുന്നു. അപ്പം എന്തായാലും ഇവിടെ വന്നപ്പം ഞങ്ങൾ ചോദിച്ചു എന്നാ താമസിച്ചു. അപ്പോൾ പറയാം, ഇടയ്ക്കൊക്കെ കടയിലൊക്കെ കയറിയെന്ന്. നോക്കുമ്പം ബിഗ് ഷോപ്പറിനകത്ത് തണ്ണിമത്തൻ, ഓറഞ്ച്. പിന്നെ അമ്മ ഞങ്ങൾക്ക് സാമ്പാറും തീയലും മത്തിപ്പീരയും കൊടുത്തു വിട്ട്. അപ്പം ഇന്നെനിക്ക് കറിയൊന്നും വെക്കണ്ട. ചോറ് ഇന്നലെ വെച്ചത് ഇരിപ്പുണ്ട് ഫ്രിഡ്ജിനകത്ത്. അത് തിളപ്പിച്ചൂറ്റും. ഇപ്പോഴേ രാവിലെ തിളപ്പിച്ചൂറ്റണ്ടല്ലോ. ഉച്ചയ്ക്ക് കഴിക്കാൻ നേരം ചൂടോടെ പോരെ. അന്നേരം ഞാരൻ പഠിക്കുന്നു. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഞാൻ മുറ്റത്തൂടെ എല്ലാം ഇറങ്ങി എല്ലാം ഒന്ന് വീക്ഷിക്കുക. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ റംബുട്ടാൻ്റെ അടിയിലൊക്കെ ഇങ്ങനെ വന്ന് നിന്ന് ഈ റബ്ബർ തോട്ടത്തിലോട്ടൊക്കെ ഒന്ന് നോക്കി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ഞാനിവിടെ വന്ന് നിൽക്കുക. എൻ്റെ മണി പ്ലാന്റ് കണ്ടോ, ചുമ്മാ തന്നെ അങ്ങ് കയറിപ്പോവുക. ഇവിടെ ഒരെണ്ണം ഞാൻ ചെടിച്ചട്ടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നേ. അത് നമ്മുടെ ഈ ഫെൻസിൽ കൂടെ ഇങ്ങനെ കയറി കണ്ടോ, ഇങ്ങനെ അങ്ങ് പോവുക. പോട്ടെ, നല്ല രസമായിരിക്കുമല്ലോ ഇതേ കൂടെ ഇങ്ങനെ കയറുമ്പോൾ. നല്ല പച്ചപ്പ് കിട്ടും. അങ്ങനെ ഞാനിവിടെ ഇങ്ങനെ ഇതെല്ലാം നോക്കി ഇങ്ങനെ നിൽക്കുക. ജോമാസ് വേൾഡിൽ നിന്ന് ആഷേറാണ് ഇങ്ങനെ വച്ചിരിക്കുന്നത്. ഇത് കണ്ടോ, JOMAS ജോമാസ് വേൾഡ്. ഇതുണ്ടോ, WORLD. എന്നാ വെച്ചാന്നറിയാമോ? നമ്മളുടെ ഇതുണ്ടോ, ഈ ക്രിസ്മസിൻ്റെ ലൈറ്റ് വെച്ച് ഇലുമിനേഷൻ ബൾബ്. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? എന്നെ ഇന്നാൾ ആരും കളിയാക്കിയതാണ്. ഇലുമിനേഷൻ ബൾബ്. നമ്മുടെ നല്ല സൂപ്പർ കുടംപുളി ബഡ. ചവിട്ടിയെല്ലാം കളഞ്ഞതാണ് പണിക്കാരെ. ആയി വരുന്നുണ്ട്. പേര കണ്ടോ പൊങ്ങിപ്പോന്നെ. തന്നെ കിളുത്ത് വന്ന കാക്ക അപ്പിയിട്ട് തന്നെ കിളുത്ത് വന്ന എൻ്റെ പ്ലാന്റ്.
മഴയും കാറ്റും വരുമ്പം ഇതായി പോകുന്നു. നമ്മുടെ എക്സോസ്റ്റ് ഓണാക്കി കിടക്കുന്നത്. നമ്മുടെ സപ്പോട്ട വെയിൽ മുറ്റം തൂത്തില്ലേന് ഈ ഭാഗം തൂത്തിട്ട് കുറച്ച് ദിവസമായി. ഈ അടുക്കളയിലെ പണിയെല്ലാം കൂടെ ചെയ്ത് വരുമ്പം പിന്നെ മടുപ്പ. ഇരുമ്പപ്പുളി ഉണ്ടോ, കണ്ടമാനം ഉണ്ടായി. ഇതെല്ലാം പറിച്ച് അച്ചാറിട്ട് ചർച്ചി കൊടുക്കണം. ചർച്ചി കഞ്ഞിക്ക് അച്ചാർ എടുക്കാമല്ലോ, അതിന് വേണ്ടിയാ. അതിന്ന് ആരണിച്ചിരി പഠിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അത് പറിച്ച് ആരണ്ണെ കൊണ്ട് പറിപ്പിക്കാം. എന്നിട്ട് അച്ചാറിട്ട് ചർച്ചി കൊണ്ട് കൊടുക്കാം. നമ്മളെന്തെങ്കിലും ചർച്ചി കൊടുക്കണ്ടേ. ഗപ്പിച്ചേട്ടനെ ഞാൻ പൊതിഞ്ഞ് വെച്ചു. കാരണം എൻ്റെ കുറേ എനിക്ക് തോന്നുന്നു 500 എണ്ണം കാണുമായിരുന്നു. ഞാൻ നിങ്ങളെ എപ്പോഴും കാണിക്കുന്നതല്ലേ. ഞാൻ ഒരു ദിവസം നോക്കുമ്പോൾ കാണുന്നില്ലേ. ആരൻ പറയും കൊക്ക് വന്നിരുന്നായിരുന്നു. ഞാൻ പറഞ്ഞു എടാ വൃത്തിയേട്ടവനെ പറയണ്ടേ എന്നാ എന്നോട്. ഇപ്പം എന്നിട്ട് കുഞ്ഞുമക്കളുണ്ടായിരുന്നല്ലോ, അവരൊക്കെ വലുതായി ഉണ്ട്. ഞാനിപ്പോൾ എന്താ തുണിയൊക്കെ ഇട്ട് ഗ്രില്ലൊക്കെ എടുത്ത് വെച്ച് മൂടി വെച്ചിരിക്കുക. ഇനി അവർക്ക് കഴിക്കാൻ പറ്റത്തില്ല. സങ്കടം വന്നുപോയി. എന്തുമാത്രം ഉണ്ടായിരുന്നു. എന്തേലും ഒരു വീഡിയോ പിടിക്കുക. ആ ശരിയല്ലേ, മറന്നുപോയി. കയ്യിലിരുന്ന ഫോണിൽ അങ്ങ് പിടിച്ച്. ആരും ചോദിച്ചോട്ടെ, ഈ ഫോണിലാണ് പിടിക്കുന്നത്. ഇതെൻ്റെ പഴയ ഫോണാണ്, OnePlus. പഠിക്കുകയല്ലേ. പരസ്പരം കണക്ട് ചെയ്യാനായിട്ട് നമുക്ക് ഒരാളുടെ ആവശ്യം. അപ്പോൾ ആരാണ് mRNA? ആരൻ ചോദിച്ചപ്പോഴും ഓർത്ത് ഞാൻ ഐഫോണിലല്ല പിടിക്കുന്നത്. ഇവിടെ ബസ് പോയത് കണ്ടോ. അപ്പോൾ നമ്മുടെ കോഴിപ്പൂവിനെ കൊടുത്തതിന് ശേഷം ഇവിടെ ഒച്ചയും ബഹളവും കുറവാണ്. ഇന്ന് ഈ വീഡിയോ ഇരിക്കട്ടെ, അല്ലെങ്കിലേ വേറെ എന്തോ ഇടാനാ. ഇന്ന് പാചകമൊന്നും ഇല്ല. ഇതാണ് എൻ്റെ വീട്. ഇന്ന് ക്ലാരിറ്റി കാണത്തില്ല വീഡിയോയ്ക്ക്, കാരണം ഐഫോണിലല്ലല്ലോ. ക്ലാരിറ്റി ഇല്ലേ ഞാൻ ഒന്നുകൂടെ ഐഫോണിൽ ഒന്നുകൂടെ വീഡിയോ പിടിക്കും. അല്ല ആരാണ് എന്നെ കൊല്ലും. റെഡ് ലേഡി കണ്ടോ, എൻ്റെ ടോലോലി കണ്ടോ, മുഴുവൻ ഒഴിഞ്ഞു പോകുന്നുണ്ട്. ഒഴിഞ്ഞു പോകുന്നുണ്ടേ. കോഴിക്കോടിൻ്റെ അവിടുത്തെ അടുക്കള വശത്തെ പ്ലാവ് മുട്ടയിട്ടോ. ഇടുകയും ചെയ്തു, ഒരെണ്ണം കൊത്തിയും കുടിച്ചു കണ്ടോ. അതാണ് ഞാൻ അവിടെ വർത്തമാനം പറഞ്ഞത്. ഈ വീഡിയോ പിടിച്ച സമയം കൊണ്ട് ഒരെണ്ണം ഇട്ടു, അത് കൊത്തിയും കുടിച്ചു. അതിൻ്റെ തോടടി കിടക്കുന്നുണ്ടോ. ഇതാണ് ഇവരുടെ പണി ഉണ്ടോ. തോട് കണ്ടോ, തോട് വരെ കഴിക്കും. ബാക്കി ഒരു തോട് അവർക്ക് കഴിക്കാൻ കിട്ടാതെ താഴെ പോയതാണ്. ഇതാണ് പരിപാടി. ഞാൻ പറയത്തില്ലേ, രാവിലെ 2 എണ്ണം കിട്ടിയുള്ളൂ. 15 പേരുണ്ട്. 15 പേര് വിടണ്ടേ. എന്തൊരിടപാടാണോ ഇങ്ങനെ തുടങ്ങിയാൽ എങ്ങനെ മുട്ട തീറ്റ.
ഭയങ്കര നഷ്ടം വരുമെന്ന് നമുക്ക്. തീറ്റ എല്ലാം കൂടെ കൊടുത്തിട്ട് ഓട്ടോ കൂലിയും തീറ്റയും കൂടെ 1000 രൂപ ഒരാഴ്ച, മാസം 4000 രൂപയുടെ തീറ്റ. അതുകൂടാതെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന എന്നാ ഇവിടെ അപ്പോൾ ഇന്ന് ഇത്രയും മതി വീഡിയോ. നാളെ നമുക്ക് വെറൈറ്റി വീഡിയോ ദൈവം സഹായിച്ചതിൻ്റെ വിറവ് വരവുണ്ട്. ഇവിടം തുണി വിരിക്കുന്ന ചാർത്ത്, ഇത് വർക്ക് ഏരിയ, ആ കർട്ടൻ ഇട്ടിരിക്കുന്ന വർക്ക് ഏരിയ, അതിൻ്റെ അകത്തോട്ട് പിന്നെ അടുക്കള, ഡൈനിങ് ഹാൾ, അങ്ങനെ. ഇത് നമ്മളുടെ കാർ ഷെഡ്. വിശാലമായ ഒരു ബസ് ഇടാൻ പറ്റുന്ന നീളത്തിൽ പണിതേക്കുന്നത്. ഇവിടെ പണ്ട് ഇവർക്ക് ലോറി ഉണ്ടായിരുന്നു, പക്ഷേ ആ ലോറിയുള്ള സമയത്തൊന്നും ഇങ്ങോട്ട് താഴോട്ട് ഇറങ്ങത്തില്ലായിരുന്നു. അങ്ങനെ ബാക്ക് സൈഡിലുള്ള ചേട്ടൻ്റെ വീടിൻ്റെ മുറ്റത്തായിരുന്നു ഇടുന്നത്. ഇങ്ങോട്ട് വഴി വെട്ടി ഇറക്കിയില്ലായിരുന്നു ഞങ്ങൾ. 2012 നമ്മളുടെ ഈ തൊടി, ഈ പുറയിലുണ്ടായിരുന്ന തൊടി JCB വെച്ച് മണ്ണെടുത്ത് മാറ്റിയിട്ട് ഇങ്ങനെ കാർ ഇറങ്ങുന്ന വഴിയുണ്ടാക്കിയ 2012 ജാനുവരിയിൽ. അത് ദൈവം എനിക്ക് തന്ന ഒരു ദർശനത്തിൽ ഞാൻ ചെയ്ത. ഹസ്ബൻഡ് ഗൾഫിലായിരുന്നു. അപ്പം ഗൾഫിൽ 2011 പോയത്, 12 ഇങ്ങനെ ഒരു ദർശനം തന്നെ. അപ്പം ഞാനത് ഹസ്ബൻഡിനെ വിളിച്ച് പറഞ്ഞു. എൻ്റെ കസിൻ സിസ്റ്റർ കളക്ട്രേറ്റിലുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് സാങ്ഷനൊക്കെ വാങ്ങിപ്പിച്ച് തന്ന് മണ്ണെടുത്ത് നമ്മുടെ താഴത്തെ ഒരു വീട്ടിൽ അവർക്ക് കൊടുത്തു. അവരുടെ സ്ഥലം നികത്താനുണ്ടായിരുന്നേ, അപ്പോൾ അവർക്ക് കൊടുത്തു. ഇവിടുന്ന് തൊട്ട് താഴോട്ട് അങ്ങ് ഇട്ടാൽ മതിയായിരുന്നു. തൊട്ട് താഴോട്ടെന്ന് വെച്ചാൽ ചേട്ടൻ്റെ വീട്, ചേട്ടന്മാരുടെ 2 പേരുടെ വീട് കഴിഞ്ഞ് താഴെയുള്ള പഞ്ചായത്ത് വഴിയിലോട്ട് ഇറങ്ങുന്നിടത്ത് അത് കയറിക്കുന്ന വീട്. അങ്ങനെ നമുക്ക് ദൈവം സഹായിച്ച് അതും എളുപ്പമായിരുന്നു. അങ്ങനെ മണ്ണും കൊടുത്തിട്ട് നമ്മൾ ഈ വഴി JCBക്കാർക്ക് കൊടുക്കാനായിട്ട് കുറച്ച് കൂലി കിട്ടി. ബാക്കി ലോണൊക്കെ എടുത്ത് നമ്മൾ വഴിയൊക്കെ വെട്ടി, ഹസ്ബൻഡ് അവധിക്ക് വന്നപ്പോൾ കോൺക്രീറ്റൊക്കെ ചെയ്ത്, അങ്ങനെയാണ് നമ്മുടെ വഴി. ഇവിടുന്ന് പിന്നെ വലത്തോട്ടിങ്ങനെ ഞങ്ങൾ മേളിലോട്ട് കയറി ഓട്ടോയെ കയറത്തില്ലേ, അത്. അങ്ങനെ നമ്മുടെ അടുക്കള വശത്ത് ഈ വഴി വന്ന് നിൽക്കുന്നത്. അങ്ങോട്ട് താഴോട്ട് വെട്ടിയില്ല. ആ വീടിൻ്റെ പുറവശത്ത് റബ്ബർ തോട്ടംകാരുടെ സൈഡിൽ ഈ വീതി കുറവല്ലേ, അപ്പം ഞങ്ങൾക്ക് അങ്ങോട്ട് ചായച്ച് വെട്ടാൻ പറ്റത്തില്ലായിരുന്നു. ഇങ്ങോട്ട് മണ്ണെടുത്തപ്പോൾ ഈ തൊടി ഇങ്ങനെ, നമ്മുടെ വീതത്തിലുള്ള തൊടി ഇങ്ങനെ മാറ്റി മണ്ണെടുത്തപ്പം ഇവിടെ നല്ല വീതി ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ റോഡാക്കിയെടുത്ത്. ഇങ്ങനെ വെട്ടണമെന്ന് എന്നെ ദൈവം ദർശനം കാണിച്ചു തന്നു. ഇങ്ങനെ ഞാൻ കരഞ്ഞു കൂവി രാത്രി കിടന്നപ്പം എനിക്ക് ദർശനം കാണിച്ചു തരണം എങ്ങനെയാണ് വെട്ടിയെടുക്കണ്ടേന്ന്. അങ്ങനെ ദൈവം എന്നെ ദർശനം കാണിച്ച് ഇങ്ങനെ വെട്ടിയെടുത്തു. അയ്യോ, എന്തെല്ലാം കാര്യങ്ങളാണെന്നറിയാമോ. എല്ലാം ദൈവത്തോട് ചോദിച്ചിട്ട് ചെയ്യും. കർത്താവ് അപ്പോൾ എന്നെ ദർശനം കാണിക്കും, അതുപോലെ ഞാൻ ചെയ്യും. അങ്ങനെ. അപ്പോൾ ഇന്നത്തെ വാചകടി നിർത്താം. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം. ഗീതാകുമാരി ചേച്ചി പറഞ്ഞു, പിണങ്ങല്ലേ ജോമക്കൊച്ചേ, ഞാൻ എല്ലാ വീഡിയോയും കാണുന്നുണ്ട്, കമൻ്റ് ഇടുന്നില്ലെന്നേ ഉള്ളെന്നൊക്കെ പറഞ്ഞ്. കമൻ്റൊക്കെ ഇടയ്ക്ക് ഇടും കേട്ടോ, പാവം, എല്ലാം കാണുന്നുണ്ടല്ലോ. പ്രീതി കൊച്ചുമൊക്കെ. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന വിസ്മയ, അങ്ങനെ ഒത്തിരി പേരുണ്ട്. പിന്നെ വേറെ ഉണ്ടല്ലോ നമ്മുടെ ഒരു ചാനലുള്ള എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ, ചിലരൊക്കെ സ്ഥിരമായിട്ട്. അപ്പം ബാക്കിയുള്ളവരെല്ലാം വീഡിയോ കാണണം, സപ്പോർട്ട് ചെയ്യണം. നാളെ നമുക്ക് അടുത്ത പുതിയ വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ഓൾ. ചക്കരയുമാ.